കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ സിക്കന്ദരാബാദ് റെയിൽവേയിൽ ഇറങ്ങി. ഫ്രണ്ട് ഉബൈദ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന് ഉബൈദിൻ്റെ റൂമൊക്കെ പോവാണ്. റൂം പോയി ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് കഴിക്കണ ഷോട്ടൊന്നും എടുത്തില്ല പയിച്ചിട്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പോണത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റിക്കാണ്. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഫസ്റ്റ് അങ്ങോട്ട് പോകാൻ വിചാരിച്ച്. ഫോട്ടോയിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ആർക്കിടെക്ചറാണ് അവിടെ. 1917 18 ഇത് സ്ഥാപിതമായത്. ഈ ബിൽഡിങ്ങിലെ ആർച്ചുകളൊക്കെ മൂറിഷ് റിവൈവൽ സ്റ്റൈലിലുള്ളതാണ്, ആർക്കിടെക്ചർ സ്റ്റൈലിലുള്ളതാണ്. അതായത് അലുന്തുലൂസ്, അതേപോലെ നോർത്ത് ആഫ്രിക്കയിലുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം അതേപോലെ. ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ, ലിബിയ പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ, അതേപോലെ കോർദോബ മോസ്കോ ഒക്കെ അല്ലേ സ്പെയിനിലെ, അതായത് അലുന്തുലൂസിൻ്റെ കീഴിലുണ്ടായിന് കോർദോബ മോസ്ക്. അങ്ങനത്തെ രൂപത്തിലുള്ള ആർച്ചാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. ഞാനും ഇവിടുന്ന് റാൻഡായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ആ ഫോട്ടോസാണിത്. ഫോട്ടോസൊക്കെ കണ്ടില്ല. ഇനി ഞങ്ങൾ അടുത്തായിട്ട് പോണത്, ഞങ്ങളടുത്ത ഡെസ്റ്റിനേഷന് മോലാലി ഹിൽസാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഗൂഗിൾ മാപ്പിൽ പോകേണ്ട സ്ഥലങ്ങളൊക്കെ കുറേ പിൻ ചെയ്ത് വെച്ചിന്. അതിൽ പെട്ടൊരു സംഭവം തന്നെയാണ്. ഇതാണ് മോലാലി ഹിൽസിൻ്റെ മെയിൻ കവാടം. ഇത് ഷിയ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതവിടെ റോഡ് സൈഡിൽ അലി ഖംനേയിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഏറ്റവും മുകളിലെത്താൻ 1000ഓളം സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും മേലേക്ക് നടന്ന് കയറി. ഇതിൻ്റെ മേലെത്തിയപ്പോഴാണ് സിറ്റിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഒക്കെ കാണാൻ പറ്റി. നല്ല അടിപൊളി വ്യൂ ആണ്. സൺസെറ്റൊക്കെ കാണാൻ വിചാരിച്ച് കയറിയതാണ്, പക്ഷേ മൊത്തത്തിലൊരു മഴ മൂടിയ പോലെ ഉണ്ടായിന്. അതുകൊണ്ട് സൺസെറ്റ് അത്ര വൃത്തിയായിട്ടൊന്നും കിട്ടിയില്ല, എന്നാലും രസമുണ്ട്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റൊക്കെ ആയതുകൊണ്ട് ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായി കിട്ടി. ഇവിടുത്തെ ആർക്കിടെക്ചർ ഉണ്ട്, നല്ല അടിപൊളിയല്ലേ. കുറേ പഴയ ബിൽഡിങ്ങുകളും. ഇത് പക്ക ഷിയ മുസ്ലിംസിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഓരോ കുറേ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ഏറ്റവും മേലെത്തി. ഇവിടെ ഒരു ദർഗ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതുകൊണ്ട് കുറേ പൂട്ടൊക്കെ, ഇത് സംഭവം എന്താ അറിയില്ല, കുറേ പൂട്ടും ഇതൊക്കെ ഉണ്ട്. എന്തോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട്, പിന്നെ വ്യൂ നല്ല സെറ്റാണ്. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്.
ഞങ്ങൾ ഇറങ്ങാനായ സമയത്ത് ഇതാ ചെറുതായിട്ട് സൺസെറ്റ് കിട്ടിട്ടോ. മോലാലി ഹിൽസിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മടങ്ങി. ഇതാണ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ചായക്കട, കേരള ക്യാപിറ്റൽ റെസ്റ്റോ. വരും ദിവസമുള്ള വീഡിയോസൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ യാത്രയിൽ ഈ ചായക്കടക്ക് ഇത്ര റോളെന്ന്. ചായ കുടിച്ച് മരുവിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഓൾഡ് സ്ട്രീറ്റിലേക്ക് പോവാണ്. നല്ല തിരക്കുള്ള സമയമാണ്. ഓൾഡ് സ്ട്രീറ്റിലേക്ക് ശരിക്കും ഞങ്ങളിന്ന് പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ലേനു. പോകാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓഫീസ് മേറ്റ്സ് ആയിട്ടുള്ള രണ്ടാൾക്കാരുണ്ട്, നിസാമും ഷെയ്നും. രണ്ടാളും ബീജാപ്പൂർക്ക് വണ്ടി കയറിയതാണ്. അവിടുന്ന് എന്തോ ഹൈദരാബാദിക്ക് വരാൻ പുതിയിട്ട് രണ്ടാളും കൂടെ ഹൈദരാബാദിക്ക് വന്നതാണ്. അപ്പം ഏതായാലും വന്നതല്ലേ, ഓരും കൂടെ ഒന്ന് കാണാൻ വിചാരിച്ച് തന്ന ലൊക്കേഷനൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ആ ദൂരെ കാണുന്ന ഗോൾഡൻ ലൈറ്റില്ലേ, അതാണ് തെലങ്കാന സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് കേട്ടോ. നമ്മളതിൻ്റെ അടുത്തേക്കാണ് പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് സെക്രട്ടേറിയറ്റ് ബിൽഡിങ്. ഇതിൻ്റെ ഏതോ മൂലക്കിലാണ് നിസാമും ചെയ്യുന്നുള്ളത്. ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ഓരെ കണ്ട് ഇവിടെ കുറേ നേരം ചുറ്റി തിരിഞ്ഞ് നിന്ന് ഞങ്ങൾ ഓൾഡ് സ്ട്രീറ്റിലേക്കാണ് പോണേ. അവിടെ നിന്ന് ഇതൊക്കെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് ഹുസൈൻ സാഗറിലേക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ഇവിടെ കുറേ പോർട്രേറ്റ്സ് ഒക്കെ വരക്കുന്നുണ്ട്. ഇത് ഹുസൈൻ സാഗർ ലേക്കിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇത് അംബേദ്കർ സ്റ്റാച്ചു, നമ്മളെ നേതാജി അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ആണ്. ഇനി ഞങ്ങൾ നേരെ ചാർമിനാറൊക്കെ നിൽക്കണ ലാദ് ബസാറൊക്കെ നിൽക്കണ സ്ഥലത്തൊക്കെ പോവാം കേട്ടോ. ഷെയ്നെ നിസാമിനെ ഓട്ടോറിക്ഷ കയറ്റി വിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ബൈക്കിനും പോവാണ്. ഇവിടെ എന്താ അറിയോ, നമ്മളെ കേരളത്തിലെ അത്രക്ക് റോഡ് നിയമങ്ങളൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ല, വലിയ സീനൊന്നുമില്ല. ഹെൽമെറ്റ് പ്രശ്നമാണ്, എന്നാലും ചിലപ്പോഴേ കൈ കാണിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഫോണിൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ വരുന്ന പരിപാടിയൊന്നും ഇല്ല തോന്നുന്നുണ്ട്. നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് കൈ കാണിച്ച് ചിലപ്പോൾ അവർക്ക് മൂടുണ്ടെങ്കിൽ കൈ കാണിച്ച് നിർത്താം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അത്ര സ്ട്രിക്റ്റ് അല്ല. അപ്പോൾ പിന്നെ ട്രിപ്പിൾ വെച്ച് പോകണതിനൊന്നും അത്ര സീനില്ല നമ്മളെ നാട്ടിലത്തെ അത്ര. പക്ഷേ സേഫ്റ്റി പ്രശ്നമാണ്. ഫോട്ടോയിലും വീഡിയോയിലും അല്ലാതെ നേരിട്ട് ചാർമിനാർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞങ്ങൾക്ക്. ആ ദൂരെ കാണുന്നതാ ചാർമിനാർ, ഞാൻ സ്കെയിൽ ചെയ്ത് കാണിച്ചത്. ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് കേട്ടോ ലാദ് ബസാർ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. സാധാരണ ഒരു ഓൾഡ് സ്ട്രീറ്റിലൊക്കെ പോയപ്പോൾ തന്നെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഹൈദരാബാദിൽ കുറേ ഡെസേർട്ട്സും തിന്നാനുള്ള സാധനങ്ങൾ കുറേ ഉണ്ട് തോന്നുന്നുണ്ട് ബാക്കിയുള്ള സ്ട്രീറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാനൊക്കെ ഇമാജിൻ ചെയ്തതിനേക്കാളും ഹൈറ്റും വലിപ്പമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ നിമ്ര കഫേ കേട്ടില്ലേ, ഈ യൂട്യൂബേഴ്സൊക്കെ പറയില്ലേ നിമ്ര കഫേ, അതിന് ഇറാനി ചായയും ബൺ മസ്കയും പിന്നെ ഉസ്മാനിയ ബിസ്ക്കറ്റും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഒക്കെ കുറച്ച് എടുക്കണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ. ഇനിയും കുറേ സാധനം തിന്നാനുള്ളതുകൊണ്ട് കുറച്ച് തിന്നിട്ടുള്ളൂ. പിന്നെ സംഭവം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റ്. ഇനി മിലാൻ ജ്യൂസ് സെൻറ്ററിൽ പോയിട്ട് ഷദൂദ് മലായി എന്നിട്ടുള്ള നമ്മുടെ മൾബറിൻ്റെ ഒരു സാധനം
പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. മുമ്പ് മുംബൈയിൽ നിന്ന് ഈ സാധനം തിന്നേനു, അതിൻ്റെ അത്ര ഒന്നും ഒരു മജല്ല ഇത്, അത്ര പോരാ. ഞാൻ എങ്ങോട്ട് യാത്ര പോകുമ്പോഴും കൂടുതൽ ഈ ഓൾഡ് സ്ട്രീറ്റുകളും അങ്ങനത്തെ നൈറ്റ് ലൈഫുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറേ പോർട്രേറ്റ്സൊക്കെ എടുക്കും, എന്നിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും. അതുതന്നെയാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇവിടുന്നും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉബൈദ് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നിട്ടില്ല. അത് തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ഷോപ്പ് കയറി. ഇവിടുന്ന് ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചൊരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടായിരുന്നു, അതിൻ്റെ അത്ര പോരാ, ചാത്തനാന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ, ഇറാനിൽ വാറൊക്കെ നടക്കണതുകൊണ്ട് ഹോർമൂസ് അടച്ചുകൊണ്ട് പെട്രോൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. ഈ പെട്രോൾ കിട്ടാത്തതുകൊണ്ടാണോ ഇനി ആൾക്കാർ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് തിരക്കാക്കണമെന്നോ അറിയില്ല. ഒടുക്കത്തെ തിരക്കാണ്. പെട്രോൾ പമ്പൊക്കെ എപ്പോഴും അടച്ചിടുക, അത് എണ്ണ കഴിഞ്ഞിട്ട്, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, ഈ പമ്പിൽ തന്നെ തിരക്കണ്ടില്ലേ. നാളെ ഞങ്ങളൊരു ഫോട്ടോ വാക്കിനാണ് പോണത്. മോണ്ട മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റിക്ക് കുറച്ച് ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്ത് അത് കുറച്ച് വെറൈറ്റി വീഡിയോ ആവും. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഫോട്ടോ വാക്കും, അതേപോലെ പൈഗ ടോംസും, അങ്ങനെ കുറച്ച് പ്ലാനാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും കാണാം. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും അടുത്ത വീഡിയോ എന്തായാലും കാണണം.